ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുത്തഖീങ്ങൾക്ക് പറഞ്ഞ ഈ പറയപ്പെട്ട വിശേഷണങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ യജമാനനായ നാഥനായ അല്ലാഹുവിങ്കിൽ നിന്ന് ലഭ്യമാകുന്ന ഒരു മഹത്തായ ഹുദയുടെ അംശം, ആ ഹുദയുടെ മുകളിലിരിക്കുകയാണവർ. ആ ഹുദയെ കീഴടക്കിയവരാണവർ. അവരുടെ കൈവശമാണ് ഹുദ, അവരുടെ നിയന്ത്രണത്തിലാണ് ഹുദ, അവരുടെ വിതരണത്തിലാണ് ഹുദ, അവർ കൊടുക്കുന്നവരാണ് ഹുദ, അവരാണ് ഹുദയുടെ വഴികാട്ടുകൾ, അവകാശികൾ. ആ ഹുദയുടെ മുകളിൽ അവരുള്ളത് കൊണ്ടാണ് ഖുർആനിൽ നിന്ന് വഴിയെ നടക്കാനുള്ള ഹുദകളും വെളിച്ചങ്ങളും നിരന്തരം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനർത്ഥം? മനുഷ്യരെ വഴി കാണിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഗ്രന്ഥം ഹുദല്ലിന്നാസ്, മാനവകുലത്തിന് മൊത്തം ഹുദയായി ഇറക്കിയിട്ടുള്ള ഗ്രന്ഥം. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾ എന്ന ഭക്തന്മാർക്ക് മാത്രം ഹുദയായി തീരുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. നേരത്തെ ഖുർആനിന്റെ വഴികാട്ടലിന് മുൻപേ അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കേണ്ട മഹത്തായ ഒരു വെളിച്ചമുണ്ട്. ഹിദായത്തിന്റെ വെളിച്ചത്തിൻ്റെതായ ഒരു നല്ല വെളിച്ചം. ആ ദിവ്യപ്രഭ ഹൃദയത്തിൻ്റെ അകത്ത് ലഭ്യമാവുകയും അതവർക്ക് സ്വന്തമാവുകയും ചെയ്താൽ ആ സ്വന്തമായ ഹുദയുള്ള ആളുകൾക്കാണ് ഖുർആനിന്റെ മാർഗദർശനവും ഖുർആനിന്റെ വഴി നടത്തലും ഉപകരിക്കുകയെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. പടച്ചതമ്പുരാൻ വിവരിക്കുന്നു. പടച്ചതമ്പുരാന്റെ വിവരണം അർത്ഥവത്താണ്. പടച്ചോന്റെ അടുത്തുനിന്നൊരു ലേശം വെളിച്ചം കിട്ടണം, എന്നാലേ പിന്നെ ഖുർആനിൽ നിന്ന് വെളിച്ചം പകരാൻ കഴിയൂ. പടച്ചോന്റെ അടുത്ത് നിന്നൊരു വെളിച്ചം കിട്ടണം, അപ്പോഴേ മുത്തനബിയെ പിന്തുടർന്ന് വെളിച്ചം കിട്ടാൻ കഴിയൂ. എങ്കിൽ പിന്നെ പടച്ചോന്റെ അടുത്ത് നിന്നൊരു വെളിച്ചം കിട്ടണം. അവർക്ക് ഔലിയാക്കളിൽ നിന്നും ഉലമാക്കളിൽ നിന്നുമൊക്കെ വെളിച്ചം കിട്ടൂ എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ പ്രയാസപ്പെടേണ്ട. ഔലിയാക്കളുടെ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടണമോ? ഔലിയാക്കൾ എന്തിനു വേണ്ടി ജീവിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായ ഹിദായത്ത് എന്നത് കിട്ടണമോ? ആ ഹിദായത്ത് കിട്ടാൻ പടച്ച തമ്പുരാൻ ഏകി നൽകുന്ന ഹിദായത്തിന്റെ ദിവ്യമായ വെളിച്ചത്തിന്റെ അടിത്തറയായ അംശം, മഹത്തായ ആ ഹിദായത്തിന്റെ അംശം. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വെളിച്ചം, നെഞ്ചു വിശാലമാകുന്ന വെളിച്ചം, ഹൃദയത്തിന് വിശാലത കിട്ടുന്ന വെളിച്ചം, മനസ്സിന് സുഖം കിട്ടുന്ന വെളിച്ചം, മനസ്സ് വിശാലമാകുന്ന ലക്ഷ്യം, കുടുസ് ഹൃദയത്തിൽ നിന്ന് മോചനം നേടി പരന്ന ഹൃദയമായി മാറുന്ന ആ ഹൃദയം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഹൃദയം വരുന്ന ആ വെളിച്ചം കിട്ടണമെങ്കിൽ പടച്ചവൻ ഹിദായത്ത് ഉദ്ദേശിച്ച ആൾക്ക് അവന്റെ മനസ്സിൽ അല്ലാഹു തആല ഒരു ദിവ്യ വെളിച്ചം എറിഞ്ഞു പിടിപ്പിക്കണം. ഈ എറിഞ്ഞു പിടിപ്പിച്ച ലക്ഷ്യം കിട്ടുമ്പോഴാണ് അള്ളാന്റെ ബാക്കി ഹിദായത്തൊക്കെ കിട്ടുക. ഇതാണ് തൗഫീഖ്. ഈ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളിൽ നിന്ന് ഉദ്ദേശിച്ച ഈ വെളിച്ചം കിട്ടും.